I'm a big fan of Spain. First of all, thank you so much. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി കേരളത്തിൻ്റെ പ്രതിഭകളിൽ നിറഞ്ഞാടിയ പാപ്പച്ചൻ സാറുടെ കൂടെയൊക്കെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് സെക്കൻഡ്ലി ഞാനൊരു ബിഗ് ഫാൻ ഓഫ് സ്പെയിനാണ്. സോ തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും, സ്പെയിൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നാണ് ആസ് എ സ്പെയിൻ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എന്തായാലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതിഹാസങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത് കരിയറിലെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ലോകകപ്പാണ്. താങ്കളും ഒരുപാട് കാലം ഇന്ത്യക്ക് വേണ്ടിയും ഫുട്ബോൾ കളിച്ചതാണ്. ഈ 39 വയസ്സിലൊക്കെ ഒരാൾ ഈ രീതിയിലൊക്കെ കളിക്കുന്നത്, അതും കരിയറിലെ പീക്ക് ടൈമിലൊക്കെ കളിക്കുന്ന ഒരു പ്രൈം മെസ്സിയെ കാണുകയാണ് നമ്മൾ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പാരിസൺ ഇല്ലാത്തൊരു പ്ലെയറാണ് ലയണൽ മെസ്സി. തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് പ്ലാനറ്റ് പ്ലെയർ, ഗോഡ് ഗിഫ്റ്റഡ് പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഫറെൻറ്റ് പ്ലാനറ്റ് പ്ലെയർ, നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും ഇല്ല. പക്ഷേ നമ്മളെ ആരാധിക്കുന്ന ടീമുകൾ അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പെയിനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്പെയിൻ ജയിക്കുന്നത്. തീർച്ചയായിട്ടും ടോപ്പ് ക്ലാസ് പ്ലെയറാണ്, വേൾഡ് ക്ലാസ് പ്ലെയറാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ടീം വിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ടീമിൻ്റെ കൂടെ കോൺഫിഡൻസ് കാത്തു സൂക്ഷിക്കുക നമ്മൾ എന്നുള്ളതാണ് ആസ് എ ഫുട്ബോളർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടെ പറയാനുള്ളത്. പക്ഷേ മെസ്സിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അർജൻറ്റീന ടീമിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ എന്തായാലും ഡിസ്റെസ്പെക്റ്റ് ഒരിക്കലും ഇല്ല. വിത്ത് ഓൾ റെസ്പെക്റ്റിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ബ്രസീൽ ഫാനോ പോർച്ചുഗൽ ഫാനോ അല്ലാത്തത് കൊണ്ട്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്പെയിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഗെയിം എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ മോർ ദാൻ 100% കൊടുക്കുക എന്നുള്ളതല്ലേ. അത് കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആരാധിക്കുക എന്ന് പറയുമ്പോഴും ഓണസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സാണ്, ഹങ്കറാണ് അർജൻറ്റീന ടീം. തീർച്ചയായിട്ടും ഓരോ പ്ലെയറെടുത്തും ഡിഫറെൻറ്റ് ടാലൻ്റാണ്. ആക്ച്വലി അവരെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ അവർ ഡിഫറെൻറ്റ് ഫീലിനാണ് അർജൻറ്റീന കളിക്കുന്നത്. സ്പെയിൻ്റെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതിനെ ആരാധിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രഷർ അല്ലെങ്കിൽ വികാരമില്ലാതെ ഫുട്ബോൾ കാണാം എന്നുള്ളതാണ് ആക്ച്വലി സ്പെയിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല ടാക്ടിക്സ്. തീർച്ചയായും അനസ് തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സി വി പാപ്പച്ചൻ കൂടി ചേരുകയാണ്. സി വി പാപ്പച്ചൻ, സ്വപ്ന ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അർജന്റീനയും മെസ്സിയും തുടർച്ചയായ രണ്ടാം ഫൈനലിലേക്ക് വരുന്നു. സ്പെയിൻ എതിരാളിയായി വരുന്നു. സ്പെയിനെ സംബന്ധിച്ച് രണ്ടാം കിരീടം എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. രണ്ട് ടീമുകളും അപരാജിതരാണ് ഈ ലോകകപ്പിൽ എന്നതറിയാം. അതാണ് ഏറ്റവും ആവേശകരമാക്കുന്നതും. കാരണം ഒരാൾ ആദ്യമായി ഈ ലോകകപ്പിൽ ഒരു പരാജയം നേരിടാൻ പോകുന്നു എന്നത് നമുക്കറിയാം. അതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ഫൈനലിലെ പ്രതീക്ഷ? അപ്പോൾ അർജൻറ്റീനയുടെ ആ ഭാഗത്ത് നിന്നുള്ളത് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു എന്താ പറയുക, മുമ്പ് കണ്ടിരുന്നുള്ള പോലത്തെ ഒരു അർജൻറ്റീന ടീമല്ല. വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും വളരെ എന്താ പറയുക, മെസ്സിക്ക് ഈ ട്രോഫിയും കൂടി ഈ വർഷത്തെ വേൾഡ് കപ്പും കൂടി എടുത്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത്രയും നല്ല ഫൈറ്റാണ് അവർ. പക്ഷേ അത്ര ഈസി അല്ല. കാരണം സ്പെയിൻ കളിക്കുന്നതും അർജൻറ്റീന കളിക്കുന്നതും ഏകദേശം ഒരേപോലെ. കാരണം ഈ സ്പെയിനിലെ ഒരു മെസ്സിയൊക്കെ ആദ്യകാലത്ത് കളിക്കുന്ന സമയത്ത് അവരാണ് ഈ ടിക്ക് ടാക്ക എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ കളിച്ചിരുന്നത്. ടക്ക് ടക്ക് കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇങ്ങനെ ആ കളി കളിച്ചിരുന്ന ടീമാണ് അവരാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ബാച്ച് അവരുടെ ഇനിയാസ്റ്റ അങ്ങനെ ഒരു ടീമുണ്ട് അവരുടെ. അതുപോലെ പിന്നീട് കുറച്ച് കാലത്ത് നെയ്മർ വന്നു, പിന്നെ സൊറാസൊക്കെ ഉള്ള ആ ടൈമിലാണ് അവർ കളിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം മെസ്സി കളിക്കുന്നത് അമേരിക്കയിലാണെങ്കിലും സ്പെയിൻ്റെ കളിയുടെ ശൈലി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അർജൻറ്റീനയും കളിക്കുന്നത്, കാരണം അവരുടെ എല്ലാ കളിക്കാരും കളിക്കുന്നത് യൂറോപ്പിലാണ്. അവരെ എല്ലാ പ്രൊഫഷണൽ കളിക്കാരും ഓൾമോസ്റ്റ് എല്ലാവരും പല വിവിധ ക്ലബ്ബുകളിലായിട്ട്, ഇപ്പോൾ അറ്റ്ലാന്റിക് മാഡ്രിഡ്, പിന്നെ ആർസനലാണ്, അങ്ങനെ എല്ലാ ക്ലബിലും കളിക്കുന്നവരാണ്. അപ്പോൾ അവർക്കും ഇതേ ഫീൽ തന്നെയാണ്. പക്ഷേ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ സ്പെയിൻ ഫൈനൽ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ഈ ഇതുവരെയുള്ള കളിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അർജൻറ്റീനയ്ക്കാണ് ഒരു ചെറിയൊരു മുൻതൂക്കം ഉള്ളത്. പക്ഷേ കളി ടൈറ്റാണ്. കാരണം അവരുടെ സൈഡും ഇതേപോലെ തന്നെയാണ്. എല്ലാവരുടെയും സൈസും ഒക്കെ ഒരു ഒത്തിണങ്ങി വന്നിട്ടുള്ള രണ്ട് ടീമാണ് ഇപ്പോൾ ഇന്ന് ഫൈനൽ കളിക്കുന്നത്, സ്പെയിനായാലും അർജൻറ്റീനയായാലും. അപ്പോൾ കളി നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളൊരു ഊഹം വെച്ച് പറയുന്നത് മാത്രം. പക്ഷേ കളി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുക, ഫൈറ്റായിരിക്കും ഗെയിം. ചിലപ്പോൾ ഒരു പക്ഷേ
ചിലപ്പോൾ വൺ സൈഡായിട്ട് മാറാം. എന്നാലും അർജൻറ്റീന വിട്ടുകൊടുക്കില്ല. കാര്യം അവരുടെ എന്താ പറയുക, അവരുടെ കളിക്കാരെല്ലാവരും എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ ഡിഫൻസൊക്കെ വളരെ വളരെ ഈസി ആയിട്ടാണ് അവർ കളിക്കുന്നത്. ഒരു ബഹളമില്ല, പേടിയില്ല. കഴിഞ്ഞ കളിക്ക് തന്നെ രണ്ട് ഡിഫൻസ് അവരുടെ ഫോർവേഡ്സ് വന്നപ്പോൾ രണ്ടുപേരെയും വളരെ നിസ്സാരമായിട്ടാണ് അവരുടെ സ്റ്റോപ്പർ ബാക്ക് റൊമാറോ എടുത്ത് കട്ട് ചെയ്ത് പാസ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻസിലാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെയാണ് സ്വല്പം മുൻതൂക്കം. എന്നാലും പെട്ടവർക്കിൽ സ്പെയിനും ഉണ്ട്. കാരണം അവരും അത്ര നമുക്ക് എഴുതി തള്ളേണ്ട ടീമല്ല. തീർച്ചയായിട്ടും നല്ലൊരു ഫൈനലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.